കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം 1-ാം തീയതി നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. എല്ലാ മാസങ്ങളിലും 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം നൽകുവാൻ കഴിയുമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്തുറ്റ നേതൃത്വമാണ് ഇത് വിജയിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാരുടെ പ്രവർത്തനം വലിയ മാറ്റമുണ്ടാക്കിയതായി മന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ്. മാനസ, വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി അതാണ് വ്യക്തമാക്കിയത്. കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്കെല്ലാം തന്നെ 1-ാം തീയതി തന്നെ ശമ്പളം നൽകും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. തീർച്ചയായും സിന്ധുരി മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ സന്തോഷപൂർവമായ ഒരു നിമിഷം തന്നെയായിരിക്കും ഇത്. എല്ലാ മാസവും 1-ാം തീയതി തന്നെ KSRTC ജീവനക്കാർക്കുള്ള ശമ്പളം അവരവരുടെ അക്കൗണ്ടുകളിൽ എത്തും എന്ന് തന്നെയാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് മാർച്ച് മാസമാണ്. ഈ മാർച്ച് മാസത്തെ ശമ്പളം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നും അതോടൊപ്പം വരുന്ന മാസങ്ങളിൽ ഉള്ള ശമ്പളമാണ് എല്ലാ 1-ാം തീയതിയും ലഭിക്കുന്ന വിധത്തിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതിനായി വലിയ രീതിയിലുള്ള ക്രമീകരണം തന്നെയാണ് ഈ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ ഓവർഡ്രാഫ്റ്റ് സംവിധാനത്തിലൂടെയാണ് ഇത്തരത്തിൽ 1-ാം തീയതി തന്നെ ശമ്പളം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. 100 കോടി രൂപ ഓവർഡ്രാഫ്റ്റ് എടുത്ത് അതിൽ നിന്നും 80 കോടി രൂപയാണ് ഈ ജീവനക്കാരുടെ ശമ്പളത്തിനായി വിനിയോഗിക്കേണ്ടി വരിക. ഒപ്പം തന്നെ 20 കോടി രൂപ മിച്ചം വരികയും ഒപ്പം തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു 50 കോടി സഹായമുണ്ട്. ഇതൊക്കെയും വെച്ച് ഈ ഓവർഡ്രാഫ്റ്റ് മികത്തുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിൽ ശമ്പള വിതരണ ക്രമീകരണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ KSRTCയുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ ഒറ്റ അക്കൗണ്ടാക്കി മാറ്റിയാണ് ഇനി മുതൽ ശമ്പള വിതരണം നടത്തുന്നത് എന്നും മന്ത്രി എടുത്തു പറയുകയുണ്ടായി. നിരവധി അക്കൗണ്ടുകൾ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതൊക്കെയും തന്നെ മാറ്റി എല്ലാ അക്കൗണ്ടുകളും SBIയിലെ ഒരു അക്കൗണ്ടാക്കി മാറ്റി അതിൽ നിന്നുമായിരിക്കും ശമ്പള വിതരണം നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ്. അതുകൊണ്ട് ഇനി ആത്മാർത്ഥതയോടെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് തന്നെ മന്ത്രി പറയുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ശമ്പളം 1-ാം തീയതി ആക്കിയ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ശമ്പള പരിഷ്കരണത്തിനായുള്ള സമരവുമായി ജീവനക്കാർ ഇറങ്ങരുതെന്നും ഈ വകുപ്പിനെ ഇത്തരത്തിൽ വളർച്ചയുടെ ഒരു പാതയിലേക്കാണ് KSRTC പോകുന്നത്. നല്ല രീതിയിലുള്ള ലാഭം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ KSRTCയെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതിന് ഒരു പങ്ക് ജീവനക്കാരുടെ ഈ ഒരു പ്രവർത്തനം തന്നെയാണ് എന്ന് എടുത്തു പറയുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രി എല്ലാ ജീവനക്കാർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുറത്ത് അറിയിച്ചിട്ടുള്ളത്. വരും മാസങ്ങളിൽ ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം അക്കൗണ്ടുകളിൽ ചെയ്യുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വ്യക്തമാണ് മാനസ. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം 1-ാം തീയതി നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടലോടുകൂടിയാണ് ഇത്തരത്തിലൂടെ നീക്കം സാധ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് മാസത്തെ ശമ്പളം ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിലും വരും മാസങ്ങളിൽ എല്ലാ മാസവും 1-ാം തീയതിയിലും ശമ്പളം നൽകുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. മാനസ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.